ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് നിറയെ ഔഷധ ഗുണങ്ങളുള്ള മണിത്തക്കാളി അല്ലെങ്കിൽ മണത്തക്കാളിയുടെ പഴുത്ത കായ് വെച്ചുള്ള ഒരു കറിയാണ്. ഇതിൻ്റെ പച്ചക്കായും ഇലയും ഒക്കെ തോരനും കറിയൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ വീഡിയോയുടെ അവസാനം ചെടി അറിയാൻ മേലാത്തവരെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി ഇടാൻ വേണ്ടി മറക്കരുത്. കടായിൽ എണ്ണ ചൂടായിട്ടുണ്ട്. കടുക്, വറ്റൽമുളക് ഇടുക. വെളുത്തുള്ളി ചതച്ചതാണ്, ഇതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഒന്ന് മൂത്തതിന് ശേഷം കനം കുറച്ചരിഞ്ഞ സവാള, ഇല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ആയാലും മതിയേ, കുറച്ച് ചേർത്താൽ മതിയേ. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അത് പുറകെ പറയുന്നുണ്ട്. സവാള ആയാലും കുഞ്ഞുള്ളി ആയാലും നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണേ. കാരണം പിന്നീട് അത് വേകാനുള്ളൊരു സമയം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴന്നതിന് ശേഷം 2 പച്ചമുളക് കീറിയതിട്ടിട്ടുണ്ട്. കൂടെ തന്നെ കറിവേപ്പില, അതുപോലെ തന്നെ കഴുകി വാരിയെടുത്ത 1 കപ്പോളമുള്ള മണിത്തക്കാളിയാണ്. ഈ തക്കാളി എണ്ണയിൽ തന്നെ വഴറ്റി വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമേ. ഇതൊന്ന് നന്നായിട്ട് ചൂടായി ഒന്ന് പകുതി ഒന്ന് വഴന്നതിന് ശേഷം എരിവുള്ളതോ എരിവില്ലാത്തതോ മുളക് പൊടി ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലൂടെ ചേർത്തൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ബാക്കിയോടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഈ പൊടിയുടെയൊക്കെ ഒന്ന് പച്ച ടേസ്റ്റ് പോവുകയും ചെയ്യും. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. വെന്ത് വരുന്ന തക്കാളി പൊട്ടാൻ തുടങ്ങും. അത് ഒരു കറുത്ത മുന്തിരി ജ്യൂസിൻ്റെ ഒരു കളറാണ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇത് വഴന്നിട്ടൊക്കെയുണ്ട്. ഇതൊരു 3/4 ഭാഗത്തോളം പൊട്ടി ഇങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു കപ്പോളം ചെറുപയർ വേവിച്ചതാണ്. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് വേവിച്ചതാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു അരപ്പൊടി ചേർക്കണം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പിന് താഴെ എടുത്തിട്ടുള്ള കുറച്ച് ജീരകവും ഒരു 3 കുഞ്ഞുള്ളിയൂടെ ചേർത്തുകൊണ്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് മഷി പോലൊന്നും അരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. അതുകൂടെ ചേർത്ത് കൂടെ തന്നെ ഉപ്പൂടെ ചേർക്കുക. പാകത്തിനുള്ള ഉപ്പ്. ചെറുപയറിന് മാത്രം ഉപ്പിട്ടിട്ടുള്ളായിരുന്നു. ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് അല്പം ഒന്ന് തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാം. ഇത് ഒരുപാട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് ഒരു തിള വന്നാൽ മതിയേ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ സമയത്ത് ഈ ഒരളവിന് തിളച്ചാൽ മതിയേ. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ലേ, എന്തെന്ന് വെച്ചാൽ ഈ ഒരളവിന് പുളി അല്പം കൂടുതലാണ്. നിങ്ങൾക്ക് പുളി ഒരുപാട് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് തക്കാളിക്ക് 2 കപ്പ് വേവിച്ച് ചെറുപയർ ചേർത്താൽ മതി. പുളി കറക്റ്റായിരിക്കുമേ. ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഈ ചെടി അറിയാൻ മേലാത്തവരെ കാണിക്കുകയാണിത്. ഒരു ചെടി ഒരു പറമ്പിൽ നമുക്ക് വളർത്തിയെടുത്താൽ മാത്രം മതി. അത് വർഷങ്ങളോളം നശിക്കാതെ തന്നെ അങ്ങനെ പടർന്ന് കിളുത്തുകൊണ്ടേയിരിക്കുമേ. പ്രത്യേക പരിചരണം ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.